സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഒരു ചെറുപ്പക്കാർ 50 വയസ്സിന് താഴെയുള്ളവരും ഓട്ടോറിക്ഷ തൊഴിലാളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേണു എന്നാണ് പേര്. അദ്ദേഹം മരിച്ച വാർത്ത നമ്മളെല്ലാം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഇന്ന് രാവിലത്തെ പേപ്പറിലൊക്കെ മനോരമയ്ക്കകത്തും മാതൃഭൂമിക്കകത്തും ഒക്കെ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ദേശാഭിമാനിക്കകത്ത് ഇല്ലായിരുന്നു. അത് നോക്കി. അപ്പം അതിനെപ്പറ്റി ഇപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ഏതാണ്ട് അയപ്പ് ഈ വെണ്ടമണിയെയൊക്കെയാണ് ഇതിനെ ന്യായീകരിക്കാനകത്ത് വിടുന്നത്. അയാൾ പറയുന്ന ന്യായീകരണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തെങ്ങാനും കൈയെത്തുന്ന ദൂരത്താണ് 2 കാച്ച് കൊടുത്തതിന്. അത്രയ്ക്കുള്ളൊരു വിവരം കെട്ട് വിവരം കെട്ടല്ല, വിവരമുണ്ട്. എന്നിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എനിക്കൊന്നും പറയാൻ വയ്യ, മന്ത്രി തന്നെ നേരിട്ട് പറയണ്ട, ഇയാൾ പറയണ്ടേ. ഇയാൾ പറയുന്ന ന്യായം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തലയിൽ കൈവച്ച് പോകും. അയാളെ കൊണ്ടുവന്ന് ലേറ്റായിപ്പോയി, ഈ ചികിത്സയ്ക്ക് ഇത്ര ടൈമായിരുന്നു വേണ്ടത്, താഴെ കിടത്തിയതിനെ പറ്റി അതിന് മുൻഗണന അനുസരിച്ച് അതിനെക്കാട്ടിൽ മുൻഗണനയുള്ള രോഗികൾ മേളിൽ കിടക്കുന്നു, അതുകൊണ്ടാണ് ഇയാളെ താഴെ കിടത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഈ വർത്തമാനം പറഞ്ഞ് കേൾക്കുമ്പം ഇവനൊക്കെ ഡോക്ടർ ആക്ച്വലി പഠിത്തം മാത്രമല്ല, ഒരു മനസാക്ഷി കൂടെ ഒരു ഡോക്ടർക്ക് വേണം. ഈ അയ്പെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അയ്പെന്നാണെന്ന് തോന്നുന്നത്. ഒരു മുട്ട ഞാനത് ആക്ഷേപിക്കാൻ പറയല്ല. ഇയാൾ വന്നിരുന്നിട്ട് ഇതിനെ ന്യായീകരിക്കുന്ന കണ്ടപ്പം ഈ സാധാരണ ജനങ്ങൾ ഇവനെയൊക്കെ ചാണകവെള്ളം കോരിയെങ്കിലും ഒഴിക്കേണ്ട സമയമായി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഈ അയ്പ് ഡോക്ടറെയൊക്കെ വെറുതെ വെക്കണ്ട. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ കുറ്റം പറഞ്ഞ മന്ത്രി, ഈ സിസ്റ്റം നേരെയാക്കാൻ കഴിവില്ലാത്ത മന്ത്രി ഒടുത്തിരുങ്ങി ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുഖമൊക്കെ മിനുക്കി വന്ന് ഈ നന്നാക്കാനല്ല, ഈ കാര്യങ്ങളൊക്കെ നേരെ നടത്താൻ കഴിവില്ലെങ്കിൽ ഈ നാണമില്ലാത്ത മന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഒഴിഞ്ഞിട്ട് ഒരു 3-4 മാസമേ ഉള്ളൂ. ഒഴിഞ്ഞില്ലൊക്കെ തന്നെ നാട്ടുകാർ ഒഴിപ്പിച്ചോളും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് അടുത്തൊരു ഗുഡ് ഈവനിങ്. ജയ് ഹിന്ദ്.